ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ വൈകിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശയാണ് കേട്ടോ. ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി അരക്കുന്നത് പച്ചവെള്ളത്തിലല്ല കേട്ടോ, ഇത് കഞ്ഞിവെള്ളത്തിലാണ് ഈ ദോശയ്ക്ക് മാവ് കൂട്ടി വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അരി 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഉഴുന്നും വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ് കേട്ടോ. അത് ഒരു 5 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുത്തതാണ്. പിന്നെ ചോറ് വേണം. പിന്നെ അതിലേക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. പച്ചവെള്ളത്തിന് പകരം നമ്മൾ കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നുണ്ടല്ലോ, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മട്ടയരിൻ്റെ ചോറാണ് കേട്ടോ വെക്കാറുള്ളത്, അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കഞ്ഞിവെള്ളത്തിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, ഊറിയിട്ട് മുകളിൽ നിൽക്കില്ല, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എത്രയാണോ വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നല്ല നമ്മൾ ദോശക്കൊക്കെ അരച്ചെടുക്കില്ല, അതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അരി ഉഴുന്നൊക്കെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം കുറച്ചുള്ളൂ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല കട്ടിയിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിയുണ്ട് മാവിന് എന്നുള്ളത്. ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ കൂട്ടി വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് ചുഴറ്റിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ മാവ് ലൂസായി കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ദോശൻ്റെ മാവ് ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക, ഈ ഒരു കട്ടയിലാണ് മാവ് ഉണ്ടാവുക. എന്നിട്ട് ഞാനിത് തലേന്ന് രാത്രിയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ അരച്ച് വെക്കുന്നത്. എന്നിട്ട് ഇത് നല്ലൊരു ചൂടുള്ള സ്ഥലത്ത്, ഇപ്പോൾ പൊതുവേ ഒരു തണുപ്പുണ്ട് ചെറുതായിട്ട്, അപ്പോൾ പുറത്തൊന്നും വെക്കുന്നില്ല. ഞാൻ കബോർഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് വെക്കുന്നത്. അതിൻ്റെ ഉള്ളിലാകുമ്പോൾ ചെറുതായിട്ടൊരു ചൂടൊക്കെ ഉണ്ടാവും, അപ്പോൾ നല്ലപോലെ പൊന്തിയൊക്കെ വന്നോളും. എന്നിട്ട് പിറ്റേന്ന് നേരം വെളുത്തിട്ട് ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാനത് തുറന്ന് നോക്കുന്നത്. അപ്പോഴേക്കും നല്ല പോലെ ഒന്ന് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് പൊന്തിയിട്ടില്ല, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇതിൽ കാരണം അപ്പസോഡ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ദോശക്കല്ലിൽ ചുട്ടെടുക്കുകയാണോ ചെയ്യുന്നത്. അങ്ങനെ കല്ലടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. നല്ല പോലെ ചൂടാന് ശേഷം അതിലേക്ക് ഇതുപോലെ ഓരോ കയ്യിലായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല പോലെ ഓട്ടോട്ടൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോഡ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഈ അപ്പോൾ കഞ്ഞിവെള്ളത്തിലല്ല ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ ദോശ ഉള്ളത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി കഞ്ഞിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പുളിപ്പുണ്ടാവും, അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് സംശയം ഉണ്ടാവും. ചില സ്ഥലത്തു നിന്ന് ദോശ കഴിക്കുമ്പോൾ ഒരു പുളിയൊക്കെ ഉണ്ടാവും ദോശയ്ക്ക്, പക്ഷേ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല കേട്ടോ. കഞ്ഞിവെള്ളത്തിലാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു പുളിയോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല പോലെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ദോശ. ഇനി നിങ്ങൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ, നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ അതാ നല്ല ക്രിസ്പി അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കാൻ പച്ചവെള്ളം എടുക്കണ്ട, കഞ്ഞിവെള്ളം എടുത്തോ, നല്ല ടേസ്റ്റാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഈ ഒരു അടിപൊളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.